എല്ലാവർക്കും നമസ്കാരം. 1989 പുറത്തിറങ്ങിയ പ്രശസ്തമായ മലയാള ചിത്രമാണ് കിരീടം. സംവിധാനം ചെയ്തത് സിബി മലയിലാണ്. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളെ സമ്മാനിച്ച പച്ചയായ ജീവിതം തുറന്നു കാട്ടുന്ന ഒരു ചിത്രമാണിത്. നമുക്കെല്ലാം അറിയാം, ചില സിനിമകളിൽ നമ്മളെ ചിരിപ്പിക്കും, ചില സിനിമകൾ നമ്മളെ കരയിക്കും. എന്നാൽ ചില സിനിമകൾ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കും. അത്തരത്തിൽ മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു സിനിമയാണ് കിരീടം. ഇത് ഒരു നായകന്റെ വിജയകഥ മാത്രമല്ല, സ്വന്തം കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്റെ ജീവിതം തന്നെ ബലിയർപ്പിക്കേണ്ടി വന്ന ഒരു സാധാരണ മകന്റെ കഥയാണ്. ഈ സിനിമയിലെ സേതുമാധവൻ എന്ന കഥാപാത്രത്തെ മോഹൻലാൽ അത്രയും മനോഹരമായിട്ടും സ്വാഭാവികമായിട്ടും അവതരിപ്പിച്ചത്. ഒരു സാധാരണ യുവാവ്, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു വലിയ സ്വപ്നമുണ്ട്. തന്റെ അച്ഛന്റെ സ്വപ്നം നിറവേറ്റുക, അതാണ് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് സേതുമാധവന്റെ അച്ഛൻ ഒരു സത്യസന്ധനായ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ്. ആ കഥാപാത്രത്തെ തിലകൻ സർ അതിമനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. തന്റെ മകൻ താൻ എത്തിപ്പെടാൻ കഴിയാത്ത ഉയരങ്ങളിൽ എത്തണം, അതൊരു അച്ഛന്റെ ആഗ്രഹമാണ് അല്ലെ. ഒരു പോലീസ് ഓഫീസർ ആകണം, യൂണിഫോം ധരിച്ച് അഭിമാനത്തോടെ സമൂഹത്തിന് മുന്നിൽ നിൽക്കണം. അതായിരുന്നു ആ അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു. ആ സ്വപ്നം തന്നെയായിരുന്നു സേതുവിന്റെയും. അങ്ങനെ ഇരിക്കെ അവൻ പഠിക്കുന്നു, വളരെ നന്നായി പഠിക്കുന്നു, കുടുംബത്തെ സ്നേഹിക്കുന്നു, എല്ലാവരോടും വളരെ മാന്യമായിട്ട് പെരുമാറുന്നു. ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു സാധാരണ ചെറുപ്പക്കാരൻ. പക്ഷേ ജീവിതം പലപ്പോഴും നല്ല മനുഷ്യരെ പോലും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം കുടുംബത്തെ രക്ഷിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തില് സേതു ഒരു ഗുണ്ടയായി മാറുകയാണ്. ആ ഗുണ്ടയുമായിട്ട് ഏറ്റുമുട്ടുന്നു. അത് അവൻ ആഗ്രഹിച്ചൊരു വഴക്കായിരുന്നില്ല. പക്ഷേ ആരെയെങ്കിലും വേദനിപ്പിക്കാനോ പ്രശ്നമുണ്ടാക്കാനോ അവൻ പോയതുമില്ല. സ്വന്തം അച്ഛനെയും കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രതികരണം അവിടെ നടന്നത്. ഒരു കവലയിൽ ഒരു ഗുണ്ടയുമായി ഏറ്റുമുട്ടേണ്ടി വന്നത്. എന്നാൽ ആ ഒരു നിമിഷം അവന്റെ ജീവിതം മുഴുവനും മാറ്റിമറിച്ചു എന്നുള്ളതാണ്. സ്വപ്നങ്ങളെല്ലാം തകർത്തു കളഞ്ഞു. അതിനുശേഷം ആളുകൾ അവനെ കാണുന്നത് എങ്ങനെയാണെന്നറിയും? പഴയ സേതുവായിട്ടല്ല, ഒരു ഗുണ്ടയെ നേരിട്ട ആളായിട്ടാണ്. പ്രശ്നങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്ന് അവനെ തേടിയെത്തുന്നു. എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും സാഹചര്യങ്ങൾ അവനെ വീണ്ടും വീണ്ടും അക്രമത്തിലേക്ക് തള്ളിവിടുകയാണ്. ഒരിക്കല് പോലീസ് യൂണിഫോം ധരിക്കണമെന്ന് സ്വപ്നം കണ്ടിരുന്ന ആ യുവാവിന് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കാണ് വീണ്ടും പോകേണ്ടി വന്നത്. അതൊരു ദാരുണമായ അവസ്ഥയാണല്ലേ. അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. സേതുവിന് ഒരിക്കലും നായകനാകാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. അതായത് ഒരു ഗുണ്ടയുടെ മുന്നിൽ ഒരു നായകനാവാൻ ഒരിക്കലും ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷേ സാഹചര്യങ്ങൾ അവനെ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു ഭീകരനാക്കി മാറ്റുകയാണ്. ഓരോ തവണയും അവൻ തകരുന്നത് തന്റെ ജീവിതം ഓർത്തിട്ടായിരുന്നില്ല, തന്റെ അച്ഛന്റെ സ്വപ്നം ഓർത്തിട്ടായിരുന്നു. എന്റെ മകൻ ഒരു പോലീസ് ആകും എന്ന അഭിമാനത്തോടെ പറഞ്ഞ ആ അച്ഛന്റെ മുഖം ഓർക്കുമ്പോഴാണ് അവൻ ഏറ്റവും കൂടുതൽ വേദനിച്ചിരുന്നത്. നമുക്കും അങ്ങനെയാണ്. ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മകന്റെ ഏറ്റവും വലിയ സന്തോഷം തന്റെ അച്ഛനെ അഭിമാനിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ സേതുവിന്റെ ഏറ്റവും വലിയ വേദന അതിന് കഴിയാതെ പോയതായിരുന്നു. അവൻ തെറ്റുകാരനാകാൻ തീരുമാനിച്ചിട്ടില്ല ജീവിതത്തില്, പക്ഷേ സാഹചര്യങ്ങൾ അവനെ അങ്ങനെ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ഇതൊരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അവസാനം ഒരച്ഛന്റെ സ്വപ്നവും ഒരു മകന്റെ ജീവിതവും ഒരേ സമയം തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ രംഗങ്ങളൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. കിരീടം എന്ന സിനിമ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം ഇതാണ്. ജീവിതത്തിൽ എല്ലാ തോൽവികളും നമ്മുടെ തെറ്റുകൊണ്ടാവണമെന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും സാഹചര്യങ്ങൾ നമ്മളെ തെറ്റുകാരനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ തെറ്റുകൊണ്ടാവണം എന്നില്ല, സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം അല്ലെ. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു മകൻ ഒടുവിൽ സ്വന്തം സ്വപ്നവും
അച്ഛന്റെ സ്വപ്നവും നഷ്ടപ്പെടുത്തിയ കഥയാണ് കിരീടം. അതാണ് ഈ സിനിമ ഇന്നും അമരക്കാരിയാക്കിയിരിക്കുന്നത്. ചില സിനിമകൾ അവസാനിക്കുമ്പോൾ കഥ അവസാനിക്കും. പക്ഷേ കിരീടം അവസാനിച്ചാലും അതിന്റെ വേദന പ്രേക്ഷകരുടെ മനസ്സിൽ അവസാനിക്കുന്നതേയില്ല. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളികൾ കിരീടത്തെ ഒരു സിനിമയായി മാത്രം കാണാത്തത്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം പറയുന്ന ഒരു കണ്ണാടിയായിട്ടാണ് നമ്മൾ ഈ ചിത്രത്തെ കാണുന്നത്. ഒരച്ഛന്റെ സ്വപ്നം, ഒരു മകന്റെ ത്യാഗം, സാഹചര്യങ്ങളോട് തോറ്റുപോയ ഒരു ജീവിതം. അതുകൊണ്ടൊക്കെ സേതുമാധവന്റെ കഥ ഇവിടെ അവസാനിക്കാം. പക്ഷേ ആ കഥാപാത്രം ഇന്നും ഓരോ മലയാളികളുടെയും മനസ്സിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതാണ്. അതാണ് യാഥാർത്ഥ്യം. കിരീടം ഒരു സിനിമ മാത്രമായിരുന്നില്ല, നമ്മുടെ എല്ലാം മനസ്സിൽ, അല്ലെ? ജീവിതം എത്ര നിഷ്ഠൂരമാകാമെന്ന് കാണിച്ചു തന്ന ഒരു അനുഭവമായിരുന്നു. പ്രേക്ഷകരുടെ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കുന്ന ഒരു ചിത്രം. സേതുമാധവനെയും അച്ഛൻ അച്യുതൻ നായരെയും അതുപോലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും, സംവിധായകൻ സിബി മലയിൽ സാറിനും കഥയും തിരക്കഥയും ഒരുക്കി തന്ന ലോഹിതദാസ് സാറിനും ഈ ചിത്രത്തെ ഇത്രയും അനശ്വരമാക്കിയ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. മോഹൻലാലിന്റെ അഭിനയവും തിലകന്റെ പ്രകടനവും ഇന്നും കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ ഒരു വിങ്ങലായിട്ട് അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കിരീടം കാലം എത്ര പഴക്കം ചെന്നാലും അല്ലെങ്കിൽ മുന്നോട്ട് പോയാലും ആ ചിത്രത്തിന് ഒരു പഴക്കവും സംഭവിച്ചിട്ടില്ല. കാരണം അതൊരു സിനിമയുടെ കഥ മാത്രമല്ല, ഒരു അച്ഛന്റെയും സ്വപ്നത്തിന്റെയും ഒരു മകന്റെ ത്യാഗത്തിന്റെയും സാഹചര്യങ്ങളോട് തോറ്റുപോയ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെയും കഥയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത്. ഇനിയും ഇത്തരം കലാതീതമായ സിനിമകളുടെ കഥകളുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും നന്ദി.